അമ്മ 3-4 ദിവസമായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. കുറേ വിളിച്ചിട്ട് അമ്മ എണീറ്റതേയില്ല. പിന്നെ ഞാനും അമ്മയ്ക്കൊപ്പം കയറിക്കിടന്നു. ആ കുഞ്ഞു മനസ്സിന് എന്തറിയാം? പ്രവാസികളെ നടുക്കിയ ആരാധ്യ എന്ന 5 വയസ്സുകാരുടെ വാക്കുകളായിരുന്നു ഇത്. ഒന്നും പറയാതെ അമ്മയും അച്ഛനും പോയി. ഇനി കുഞ്ഞുമകൾ മാത്രം. പ്രവാസി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തി. സൗദി അൽ ഖൊബാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ദമ്പതികളുടെ ശരീരം 1.5 മാസത്തിനു ശേഷം നാട്ടിലെത്തി. കൂടെ അച്ഛനും അമ്മയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ 5 വയസ്സുകാരി ആരാധ്യയും. കൊല്ലം സ്വദേശിയായ അനൂപ് മോഹനെയും ഭാര്യ രമ്യമോളെയും ആണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മകളായ ആരാധ്യ എന്ന 5 വയസ്സുകാരി പറഞ്ഞതനുസരിച്ചാണ് അയൽവാസികൾ വീട്ടിലെത്തിയതും നടക്കുന്ന കാഴ്ച കണ്ടതും. രമ്യയെ കൊലപ്പെടുത്തി അനൂപ് ആത്മഹത്യ ചെയ്തുവെന്നാണ് വിവരം. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന ചോദ്യത്തിന് അമ്മ 3-4 ദിവസമായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നുവെന്നും കുറേ വിളിച്ചിട്ടും അമ്മ എണീറ്റതേയില്ലെന്നും പിന്നെ ഞാനും അമ്മയ്ക്കൊപ്പം കയറി കിടന്നുവെന്നുമാണ് കുട്ടി പോലീസിൽ മൊഴി നൽകിയത്. കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അനൂപിന് അത് ചെയ്യാൻ സാധിച്ചില്ല. അച്ഛൻ തലയണ കൊണ്ട് മുഖത്തമർത്തി. എനിക്ക് ശ്വാസം മുട്ടിയപ്പോൾ വിട്ടു. പിന്നെ ബ്രെഡ് തന്നു. ഫോൺ എടുത്ത് തന്നിട്ട് ഇത് കണ്ടിരുന്നോളാൻ പറഞ്ഞു. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അടുക്കളയിലെ ഫാനിൽ അച്ഛൻ തൂങ്ങിക്കിടക്കുകയായിരുന്നുവെന്നാണ് ആരാധ്യ പോലീസിനോട് പറഞ്ഞത്. ഓഗസ്റ്റ് 28 ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. സമീപവാസികൾ അറിഞ്ഞത് ആരാധ്യയുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന്. അയൽവാസികൾ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വാതിൽ പൊളിച്ചാണ് ഫ്ലാറ്റിനുള്ളിൽ കടന്നത്. കുട്ടിയെ അവിടെ നിന്നും മാറ്റി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. 12 വർഷമായി തുഗ്ബ സനയിൽ പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പ് നടത്തിവരികയായിരുന്നു അനൂപ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു. സംഭവം നടക്കുന്നതിന് 5 മാസം മുമ്പാണ് രമ്യയും മകളും സന്ദർശക വിസയിൽ സൗദിയിലെത്തിയത്. സൗദി പോലീസ് ആരാധ്യയെ താൽക്കാലിക സംരക്ഷണത്തിൽ ലോക കേരള സഭ അംഗവും സാമൂഹിക പ്രവർത്തകനുമായ നാസ് വക്കത്തിന് കൈമാറി. നാസ് വക്കത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് അനൂപിൻ്റെ പേരിൽ അൽ അഹസയിൽ ഉണ്ടായിരുന്ന 1,77,000 റിയാലിൻ്റെ സാമ്പത്തിക കേസും ദമാമിൽ ഒരു സ്വദേശി നൽകിയ 36,000 റിയാലിൻ്റെ സാമ്പത്തിക കേസും പിൻവലിപ്പിച്ചതിന് ശേഷം തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി. ഇതോടുകൂടിയാണ് ദമാം മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള വഴി തുറന്നത്. ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ചാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത്. ആരാധ്യയെയും കൊണ്ട് നാസ് വക്കവും ഇതേ വിമാനത്തിൽ നാട്ടിലെത്തി.